കണ്ണൂരിൽ CPM പ്രവർത്തകർക്ക് വെട്ടേറ്റത് പാറാലിൽ സ്വദേശികളായ സുബിൻ, സുജനേഷ് എന്നിവർക്ക്. ആക്രമണത്തിന് പിന്നിൽ BJP എന്ന് CPM. സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജോജോ ജോർജിന് പരിക്ക്. നടന്റെ കാൽപാദത്തിന്റെ എല്ലിന് പൊട്ടലേറ്റു. അപകടം ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നരംഗം ചിത്രീകരിക്കുന്നതിനിടെ. മണിരത്നം ചിത്രം തഗ് ലൈഫിന്റെ ചിത്രീകരണത്തിനിടെയാണ് പരിക്കേറ്റത്. കോട്ടയത്ത് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് മരച്ചില്ല മുറിക്കുന്നതിനിടെ വൈദ്യുതിയാഘാതമേറ്റ് 45-കാരൻ മരിച്ചു. മരിച്ചത് കോട്ടയം കടനാട് സ്വദേശി ജിമ്മി സെബാസ്റ്റ്യൻ. കോട്ടയം മണാർക്കാട് നിർത്തിയിട്ട ഗ്യാസ് ലോറി പിന്നോട്ടുരുണ്ട് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി ചന്ദ്രദാസ്. മതിലിനും ലോറിക്കും ഇടയിൽപ്പെട്ട ചന്ദ്രദാസ് തൽക്ഷണം മരിച്ചു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം കല്ലമ്പലത്ത് വാഹനം വീട്ടിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് സുമതി, ബിന്ദു, അഖിൽ എന്നിവർക്ക്. വീടിന്റെ ഭിത്തിയുടെ ഭാഗം അടർന്നു വീണ വീട്ടുകാരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്ന് നിഗമനം. വയനാട് മാനന്തവാടിയിൽ മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കണ്ണൂർ സ്വദേശികളായ നിയാസ്, മുഹമ്മദ് അമ്രാസ് എന്നിവർ. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് കാറിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടിയത്. മൂന്നാറിൽ കാറിൽ വീണ്ടും അഭ്യാസ പ്രകടനം. മൂന്നാർ ഗ്യാപ് റോഡിൽ തലയും മുടലും പുറത്തിട്ട് കാറിൽ അപകടയാത്ര. കർശന നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബിന്റെ ഉദ്ഘാടനവും ഗ്രീൻ പ്രൊജക്ടുകളുടെ ലോഞ്ചിങ്ങും സ്കൂൾ ഹാളിൽ നടന്നു. പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ അബിത ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് എന്ന ലക്ഷ്യത്തോടെ പെയിന്റിംഗ് ചെയ്ത തുണികൾ തയ്യാറാക്കി. തുണിസഞ്ചികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം.